ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ്. ഈ പിക്ചറിൽ നിങ്ങൾ കാണുന്നത് ലെബനൻ്റെ ഉള്ളിൽ, സദൻ ലെബനൻ്റെ ഉള്ളിൽ ഒരു ഗ്രൗണ്ട് ഏരിയ ഒക്കുപ്പൈ ചെയ്ത് ഇസ്രായേലിൻ്റെ ആർമി IDF അവരുടെ ടാങ്കുകൾ കൊണ്ട് നിർത്തി വച്ചിരിക്കുകയാണ്. മാസീവായിട്ടുള്ള ഗ്രൗണ്ട് ഇൻവേഷന് തയ്യാറെടുക്കുകയാണ് ഇസ്രായേൽ. ഇതിനോടകം തന്നെ ഏതാണ്ട് 900 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ലെബനൻ്റെ ഉള്ളിൽ. പ്രത്യേകിച്ച് ബെയ്റൂത്ത് വരെ ആക്രമണം തകൃതിയായിട്ട് നടക്കുകയാണ്. അതായത് അവർ പറയുന്നത് സിമിലർ ടു ഗാസ എങ്ങനെയാണോ ഇപ്പോൾ മാറിയിരിക്കുന്നത് അത്തരത്തിൽ ലെബനാനെ മാറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇൻറ്റൻസിഫൈഡ് ആയിട്ടുള്ള അറ്റാക്കുകൾ നടത്താൻ പോവാണ്. ഹെസ്ബുള്ളയുടെ ഒരു ഓഫീസാണ് അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. ഈ ഇമേജിൽ കാണുന്നത് ഹെസ്ബുള്ളയുടെ ഒരു ഓഫീസാണ്. ഈ ഹെസ്ബുള്ളയുടെ ഓഫീസ് അറ്റാക്ക് ചെയ്തതിനെ തുടർന്ന് ഖുദ്സ് ഡേ ഒക്കെ ആഘോഷിച്ചിട്ട് വലിയ രീതിയിൽ നഈം കാസിം പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ലോങ് ബാറ്റിലിന് തയ്യാറാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നീണ്ട യുദ്ധത്തിന് ഹെസ്ബുള്ള തയ്യാറാണെന്നാണ് അവരുടെ സ്റ്റേറ്റ്മെൻറ്റ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാനും തമ്മിൽ പീസ് ടോക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിലേക്ക് നിലവിലെ മിഡിൽ ഈസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കോൺഫ്ലിക്റ്റിനെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ചർച്ചയാവാം എന്ന് പറഞ്ഞിട്ട് ഉണ്ട്. പല രാജ്യങ്ങളും ഇതിൻ്റെ ഇടയിൽ മീഡിയേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ട്രംപിൻ്റെ സൈഡിൽ നിന്നും അതേപോലെ ഇറാൻ്റെ സൈഡിൽ നിന്നും ഒരു തരത്തിലുള്ള പുരോഗതിയും ഉണ്ടായിട്ടില്ല. രണ്ടു കൂട്ടരും ചർച്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ളതാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. ഇറാനിലെ IRGCയുടെ സീനിയർ മിലിറ്ററി കമാൻഡർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. സീനിയർ മിലിറ്ററി കമാൻഡർ അബ്ദുൽ ഖാസിം ബാബിയാനാണ് കൊല്ലപ്പെട്ടത്. ഇസ്രായേൽ ഇന്നലെ ഇറാൻ ഓൾറെഡി തന്നെ ഡിസ്ട്രോയ് ചെയ്യപ്പെട്ട മിസൈൽ സൈറ്റുകൾ റീബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സാഹചര്യത്തിൽ ആ റീബിൽഡ് ചെയ്തുകൊണ്ടിരുന്ന ആ മിസൈൽ ഇൻഫ്രാസ്ട്രക്ചർ ഏരിയയിൽ തന്നെ വീണ്ടും ഒരു അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അതായത് റീബിൽഡ് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ അഡീഷണൽ അറ്റാക്ക്. അതിൻ്റെ വീഡിയോ ഫുട്ടേജാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. ശനിയാഴ്ച രാത്രി 9 മണി മുതൽ തെഹ്റാൻ്റെ ഉള്ളിൽ തലങ്ങും വിലങ്ങുമുള്ള ആക്രമണങ്ങൾ ഇസ്രായേൽ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ 2 സീനിയർ ഇൻ്റലിജൻസ് ഓഫീസേഴ്സ് IRGCയുടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. തുരുതുര എലിമിനേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അമേരിക്ക 2 ദിവസങ്ങൾക്ക് മുമ്പ് $10 മില്യൺ പെർ ഹെഡിന് ബൗണ്ടി ഓഫർ ചെയ്തുകൊണ്ട് ഒരു വലിയ ലിസ്റ്റ് തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ ലിസ്റ്റിൽ മുജ്തബ ഖമനേയി ഉൾപ്പെടെയുള്ള പലരുടെയും പേര് വിവരങ്ങളുണ്ട്. നെക്സ്റ്റ് ലെവൽ എലിമിനേഷൻ ലിസ്റ്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് ലെവൽ എലിമിനേഷൻ ചാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ശരിക്കും ഇൻ്റർനാഷണലി തന്നെ ഇവരെയൊക്കെ വാണ്ടഡ് ലിസ്റ്റിൽ കൊണ്ടുവരാണ്. അതായത് ഇപ്പോൾ ഇതിനകത്ത് ബൗണ്ടി പ്രഖ്യാപിച്ചതുകൊണ്ട് അങ്ങനെ പ്രത്യേകതകളൊന്നുമില്ല. ഈ ബൗണ്ടി പ്രഖ്യാപിക്കുന്നത് ദേ ആർ വാണ്ടഡ്. അതാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇവരെല്ലാവരും തന്നെ മഷാദ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഒളിച്ച് താമസിക്കുന്നതായിട്ടാണ് പൊതുവിൽ മൊസാദിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്. ആയത്തുള്ള അലി ഖമനേയിയുടെ വലം കൈയായിട്ട് പ്രവർത്തിച്ചിരുന്ന അലി ഷംഖാനി, ഈ അലി ഷംഖാനിയുടെ ബോഡി മറവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബരിയൽ സെറമണി ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശരിക്കും തലയില്ല എന്നാണ് പറയുന്നത്. മീൻസ് തല കണ്ടെത്താൻ പറ്റിയിട്ടില്ല ഇതുവരെ. ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കാണാതായ തല ഇതുവരെ കിട്ടിയിട്ടില്ല. തലയില്ലാതെയാണ് അയാളുടെ ബോഡി മറവ് ചെയ്തതെന്നുള്ള വാർത്തയാണ് വരുന്നത്. ഇറാൻ ഇപ്പോൾ ഒരു ക്ലെയിം ഉയർത്തുന്നത് ഈ കാർഗ് ഐലൻഡിൽ അമേരിക്ക നടത്തിയ അറ്റാക്ക് ശരിക്കും നെയ്ബർ സ്റ്റേറ്റിലുള്ള, അതായത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലുള്ള ഒരു രാജ്യത്തിൽ നിന്നും അമേരിക്ക അവരുടെ ബേസ് ഉപയോഗിച്ചുകൊണ്ട് കാർഗ് ഐലൻഡിനെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ക്ലെയിമാണ് ഇറാൻ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ശക്തമായ രീതിയിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കെതിരെ ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു പ്രസ്താവനയും കൂടി ഇറാൻ ഇറക്കിയിട്ടുണ്ട്. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ട്രേഡ് ഡീൽ സീൽ ചെയ്തതായിട്ടുള്ളൊരു വാർത്ത വരുന്നുണ്ട്. ഇത് ജസ്റ്റ് പ്രാഥമികമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തയാണ്. സെർജിയോ ഗോർ, ഇന്ത്യയിലെ കൗൺസിലേറ്റിൽ പ്രവർത്തിക്കുന്ന അമേരിക്കൻ അംബാസഡറാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പൂർണ്ണരൂപം കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിനകത്ത് എത്ര പെർസെൻറ്റേജ് താരിഫ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ വിശദമായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം പഴയതുപോലെ തന്നെയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ? കാരണം അമേരിക്കയിലെ സുപ്രീം കോർട്ട് ശരിക്കും ട്രംപിൻ്റെ താരിഫ് നിയമവിരുദ്ധമാണ് എന്ന് വിധിച്ച സ്ഥിതിക്ക് ഇന്ത്യക്ക് എന്ത് ബെനിഫിറ്റാണ് ഇതിനകത്ത് കിട്ടിയിരിക്കുന്നത് സൈൻ ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞിട്ട് പിന്നെ പോയില്ല. നമ്മൾ ഫെബ്രുവരി 24 നമ്മൾ ഈ ഡീല് ഡിനൈ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു ഡീൽ എന്താണെന്നുള്ളതിനെക്കുറിച്ച് വളരെ ക്യൂരിയോസിറ്റി ഉണ്ട് ഇത് നോക്കി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ ഡീറ്റെയിൽസ് വരുമ്പോഴത്തേക്കും ഞാൻ അറിയിക്കാം. ഇന്ത്യ 1 ലക്ഷം കോടി ഫണ്ട് പുഷ് ചെയ്യുകയാണ് സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയിലേക്ക്. അത് സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയിലേക്ക് വലിയ രീതിയിലുള്ള
ഡെവലപ്മെൻറ്റുകൾ കൊണ്ടുവരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാം തന്നെ പ്രൊഡക്ഷൻ യൂണിറ്റിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു ഫണ്ട് പുഷ് ചെയ്യുന്നത്. 1,00,000 crore. അതുപോലെ അമേരിക്കയുടെ എയർ ഫ്യൂവൽ ടാങ്കർ എയർക്രാഫ്റ്റുകൾ സൗദി അറേബ്യയിൽ പാർക്ക് ചെയ്തിരുന്ന എയർക്രാഫ്റ്റുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയതായിട്ട് ക്ലെയിമുണ്ട്. ഈ ക്ലെയിമിനെ ഡൊണാൾഡ് ട്രംപ് ഡിനൈ ചെയ്തിരിക്കുകയാണ്. പക്ഷേ പൊതുവിൽ ആരും വിശ്വസിക്കുന്നില്ല. എല്ലാവരും പറയുന്നത് സൗദി അറേബ്യയിലെ ബേസിലുള്ള എയർ റീഫ്യൂവൽ ടാങ്കുകൾക്ക് നേരെ ആക്രമണം നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ഇതിന് വേറൊരു നെറേറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ ഇന്റർസെപ്റ്റ് ചെയ്ത സമയത്ത് അതിൻ്റെ ഡെബ്രി വന്ന് പതിച്ചിട്ടുണ്ട്. അത് വിമാനങ്ങളുടെ ചില ഭാഗങ്ങളിലേക്ക് ചില കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അതായത് ഈ ബോഡിയിൽ. അല്ലാതെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഡയറക്റ്റ് ആയിട്ട് റീഫ്യൂവൽ ടാങ്കർ എയർക്രാഫ്റ്റുകൾക്ക് സംഭവിച്ചിട്ടില്ല എന്നാണ് സൗദി അറേബ്യയും പറയുന്നത്. അമേരിക്കയും അത് തന്നെയാണ് പറയുന്നത്. ഞങ്ങളുടെ റീഫ്യൂവലർ എയർക്രാഫ്റ്റുകൾക്ക് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നാണ് ട്രംപും ആവർത്തിച്ച് പറയുന്നത്. എനിവേ, നഷ്ടം സംഭവിച്ചാൽ അമേരിക്കയ്ക്ക് തന്നെയാണ്. എന്തായാലും അവർക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. വെസ്റ്റ് ഏഷ്യ ടെൻഷനെ തുടർന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയും എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കറും ഇറാനുമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കോൺവെർസേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ട് വേറെ ഒന്നുമില്ല, ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യയുടെ ചരക്ക് കപ്പലുകളും അതുപോലെ എണ്ണക്കപ്പലുകളും LPG കപ്പലുകളെല്ലാം തന്നെ കൃത്യമായിട്ട് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് കടത്തിവിടാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകളാണ് അവിടെ നടക്കുന്നത്. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ ഏതെങ്കിലും തരത്തിലുള്ള നെഗോസിയേഷൻസ് മുന്നോട്ട് വെക്കുന്നു എന്നുള്ളത് നമുക്കറിയില്ല. എനിവേ, സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ സ്മൂത്ത് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യൻ ഷിപ്പുകൾക്ക് എസ്കോർട്ടായിട്ട് അവിടെ പോയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട വിഷയം. അല്ലാതെ ഇറാൻ വെറുതെ ഇങ്ങോട്ട് കടത്തിവിടുന്നതല്ല. ഇറാൻ എൻവോയ് ഇൻ ഇന്ത്യ, പുള്ളിക്കാരൻ ഇറാന് വേണ്ടിയിട്ടും ഇന്ത്യ ഇസ്രായേൽ അമേരിക്ക ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്താൻ വേണ്ടിയിട്ടും പലതരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പുറത്തിറക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ആവശ്യക്കാർ ഇന്ത്യയാണ്. കാരണം ഇന്ത്യയുടെ കപ്പലുകൾ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് കടന്നു വരേണ്ടതുണ്ട്. അപ്പോൾ അവിടെ ഒരു നെഗോസിയേഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ അവസരം മുതലാക്കിക്കൊണ്ട് ഇന്ത്യക്കുള്ളിൽ നിന്നും പലതരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പുറത്തുവിടുകയാണ്. പക്ഷേ ഇന്ത്യയുടെ ഡിപ്ലോമസി ഇന്ത്യയുടേത് മാത്രമാണ്. ഇന്ത്യ ഇസ്രായേൽ ബന്ധം എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടൊരു ബന്ധമാണ്. തൽക്കാലം നമ്മളുടെ കപ്പലുകളൊക്കെ കൃത്യമായിട്ട് ഇന്ത്യയിലെത്തണം. അപ്പോൾ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് കടക്കുന്നത് വരെ നമുക്ക് ഇത്തരത്തിലൊരു ഡിപ്ലോമസി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഈ അവസരം മുതലാക്കിക്കൊണ്ട് ഇറാൻ പബ്ലിക്കായിട്ട് കുറേ സ്റ്റേറ്റ്മെൻറ്റുകൾ പറയുന്നുണ്ട്. നിലവിൽ ഇന്ത്യ അതിനൊരു മറുപടിയും പറയാൻ പോകുന്നില്ല. സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ തുടരെ ഇറാൻ കപ്പലുകൾക്ക് നേരെ നടത്തിയ ആക്രമണത്തിൽ 5 ഇന്ത്യക്കാരാണ് മൊത്തത്തിൽ കൊല്ലപ്പെട്ടത്. ഒരാളുടെ ബോഡി മിസ്സിങ്ങുമാണ്. അൽ ഖുദ്സ് ഡേ പ്രമാണിച്ച്, ജെറുസലേം ഡേ പ്രമാണിച്ച് പാകിസ്ഥാൻ്റെ ഉള്ളിൽ വലിയ രീതിയിലുള്ള റാലി സംഘടിപ്പിക്കപ്പെട്ടു. അതിൽ ഇറാൻ്റെ മേളിൽ നടത്തുന്ന ആക്രമണത്തിനെ അവർ അപലപിച്ചിട്ടുണ്ട്. അതുപോലെ ഗാസ വിഷയത്തെയും പാലസ്തീൻ വിഷയത്തെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവർ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. താലിബാൻ തിരിച്ചടിച്ചിട്ടുണ്ട്. താലിബാന്റെ തിരിച്ചടിയിൽ 14 പാകിസ്ഥാൻ സോൾജേഴ്സ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.